നമസ്കാരം. എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 116/2016 ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഓൺ കേരള. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൽഫ കോഡ് A ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാരൂപങ്ങളിൽ പോർച്ചുഗീസ് സ്വാധീന ഫലമായി വികസിച്ചു വന്ന കലാരൂപം. ചവിട്ടുനാടകം. ഓപ്ഷൻ എ ചവിട്ടുനാടകം. സെക്കൻഡ് വൺ, ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് വരുന്നത് ഒറ്റപ്പാലത്താണ്. തേർഡ് വൺ, പോരുക നാട്ടാരെ, പോർക്കളം എത്തുക നാട്ടാരെ, ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ CP നിരോധിച്ച ഈ ഗാനം രചിച്ചതാര്? SK പൊറ്റക്കാടാണ് 1945 സർ CP നിരോധിച്ച ഈ ഗാനം രചിച്ചത്. ഫോർത്ത് വൺ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ശ്രീകുമാര ഗുരുദേവൻ. വളരെ പ്രധാനപ്പെട്ട പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. ശ്രീകുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഫിഫ്ത്ത് വൺ, ഇന്ത്യയിൽ ഹിന്ദി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ തെലുങ്ക്. തെലുങ്കാണ്. സിക്സ് വൺ, മറ്റു വിറ്റാമിനുകളെ അപേക്ഷിച്ച് സൂപ്പർ സോണിക് ജെറ്റ് വിമാനങ്ങൾ കാരണമാകുന്നത് ഓസോൺ പാളിയുടെ നാശത്തിനാണ്. സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ കാരണമാകുന്നത് ഓസോൺ പാളിയുടെ നാശത്തിനാണത് കാരണമാകുന്നത്. സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾ. സെവൻത് വൺ, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദ. കാവേരി, കൃഷ്ണ, നർമ്മദ, മഹാനദി ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്ത്യയെ തന്നെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന രീതിയിൽ വിഭജിക്കുന്ന നടുക്കുകൂടെ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി. എട്ടാമത്തെ ചോദ്യം, ഹട്ടി, രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് സ്വർണ്ണമാണ്. ഹട്ടി, രാംഗിരി ഖനികളിൽ ഖനനം ചെയ്യുന്നത് എന്താണ്? സ്വർണ്ണമാണ്. ഒൻപതാമത്തെ ചോദ്യം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കോറിഡോർ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹൈവേ പ്രോജക്റ്റ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. 10th വൺ, ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാന നഗരി അമരാവതി. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതി. 11th വൺ, റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ് രൂപീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ് രൂപീകരിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ആയിരുന്നു. 12ാമത്തെ ചോദ്യം, തീൻ ബിഗ ഇടനാഴി ഏതു രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ്? ഇന്ത്യ, ബാംഗ്ലാദേശ്. തീൻ ബിഗ ഇന്ത്യ, ബാംഗ്ലാദേശ് രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ്. 13th വൺ, ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപജ്ഞാതാവ് PC മഹാലനോബിസ്. 14th വൺ, മുദ്ര ബാങ്ക് സഹായം ചെയ്യുന്നത് ചെറുകിട വ്യവസായത്തിനാണ്. 15th വൺ, സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള നടക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 16th വൺ, കേരളത്തിൽ 2015 ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏതു പ്രൊവിഷ്യൻ്റെ നടപ്പിലാക്കലായി കരുതാവുന്നതാണ്? സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾ. കേരളത്തിൽ 2015 ബാറുകൾ പൂട്ടുന്നതിനെടുത്ത സർക്കാർ തീരുമാനം ഭരണഘടനയിലെ ഏതു പ്രൊവിഷ്യൻ്റെ നടപ്പിലാക്കലായി കരുതാവുന്നതാണ്? സ്റ്റേറ്റിൻ്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾ. 17th വൺ, ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തീരുമാനമെടുക്കുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറിലാണ്. ഒരു പാർലമെൻറ്റ് അംഗത്തെ അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് തീരുമാനമെടുക്കുവാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറിലാണ്. 18th വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത്രയുമാണ് ഓപ്ഷനിലുള്ളത്. അതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്. 19th വൺ, വിവരാവകാശ പ്രകാരം നേരിട്ട് ലഭിക്കുന്ന അപേക്ഷകളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ മറുപടി നൽകുവാനുള്ള പരമാവധി സമയം 30 ദിവസമാണ്. വിവരാവകാശ
പ്രകാരം നേരിട്ട് ലഭിക്കുന്ന അപേക്ഷകളിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർ മറുപടി നൽകുവാനുള്ള പരമാവധി സമയം 30 ദിവസമാണ്. 20. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസ്തുത വിഭാഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസ്തുത വിഭാഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. 21. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ അധികാര വിഭജനത്തിൽ ഏത് മേഖലയിൽ വരുന്നു? അവശിഷ്ട അധികാരങ്ങൾ. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ അധികാര വിഭജനത്തിൽ ഏതു മേഖലയിലാണ് വരുന്നത്? അവശിഷ്ട അധികാരങ്ങൾ. 22. ഒസാമ ബിൻ ലാദനെ കണ്ടെത്തുന്നതിനായുള്ള ദൗത്യം ഓപ്പറേഷൻ നെപ്റ്റ്യൂൺസ് സ്ഫിയർ. ഓപ്പറേഷൻസ് നെപ്റ്റ്യൂൺസ് സ്ഫിയർ അതാണ് ഒസാമ ബിൻ ലാദനെ കണ്ടെത്തുന്നതിനുള്ള ദൗത്യം. 23. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഐക്യരാഷ്ട്ര സംഘടന വിദ്യാർത്ഥി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. 24. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏതു സംഘടനയുടേതാണ്? ബ്രിക്സ്. ബ്രിക്സിൻ്റേതാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ബ്രിക്സ് അതിനെക്കുറിച്ചായിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അതാണ് ബ്രിക്സ്. 25. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി ശകുന്തള ദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തള ദേവി. 26. അന്ന സിവൈൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം കുതിരയാണ്. അന്ന സിവൈൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി എന്ന നോവലിലെ മുഖ്യ കഥാപാത്രം കുതിര. അടുത്ത ചോദ്യം 27th ക്വസ്റ്റ്യൻ. 2015 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് സ്വെറ്റ്ലാന അലക്സിയേവിച്ച്. ഇപ്പോൾ 2016 ചോദ്യപേപ്പർ ആയതുകൊണ്ടാണ് നൊബേൽ സമ്മാനം 2015 ചോദിച്ചിരിക്കുന്നത്. 2015 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയത് സ്വെറ്റ്ലാന അലക്സിയേവിച്ച്. 28. 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് സാനിയ മിർസ. 2015 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയത് സാനിയ മിർസ. 29. 2016 സമ്മർ ഒളിമ്പിക്സ് വേദി റിയോ ഡി ജനീറോ. 2016 സമ്മർ ഒളിമ്പിക്സ് വേദിയായിരുന്നു റിയോ ഡി ജനീറോ. 30. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ. 31. ഇരുട്ടിനോടുള്ള പേടിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് അജുലോഫോബിയ. ഇരുട്ടിനോടുള്ള പേടിക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് അജുലോഫോബിയ. 32. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയത് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയത് 4 ഡിഗ്രി സെൽഷ്യസ്. 33. COP21 എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. COP21 എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനം. 34. സിലിണ്ട്രിക്കൽ ലെൻസുള്ള കണ്ണടകൾ പരിഹരിക്കുന്നത് അസ്റ്റിഗ്മാറ്റിസം. സിലിണ്ട്രിക്കൽ ലെൻസുള്ള കണ്ണടകൾ എന്ത് പരിഹരിക്കുന്നു? അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കുന്നു. 35. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ അന്താരാഷ്ട്ര വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 36. റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം അമോണിയ. റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ. 37. കാറുകളിൽ ഉപയോഗിക്കുന്ന എയർ ബാഗുകൾ സുരക്ഷ നൽകുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോഡിയം അസൈഡ്. കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന എയർ ബാഗുകൾ സുരക്ഷ നൽകുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോഡിയം അസൈഡ്. 38. ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ISRO. ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് ഫ്രം ഫിഷിംഗ് ഹാംലെറ്റ് ടു റെഡ് പ്ലാനറ്റ് എന്ന പുസ്തകം പുറത്തിറക്കിയത് ISRO. 39. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ്. 40. 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗ്വാളിയോറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിഭായ്. 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗ്വാളിയോറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിഭായ്. 41. 1940 ഓഗസ്റ്റ് 8 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തുന്നതിന് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ലിൻലിത്ഗോ.
1940 ഓഗസ്റ്റ് 8 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യക്കാരെ തൃപ്തിപ്പെടുത്തുന്നതിന് ഓഗസ്റ്റ് ഓഫർ എന്ന പേരിൽ പ്രസ്താവന നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയായിരുന്നു ലിൻലിത്ഗോ. 42 പ്രസിദ്ധമായ ബേലൂർ ഹാലേബീഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ച ഭരണാധികാരികൾ ഹൊയ്സാലാസ്. പ്രസിദ്ധമായ ബേലൂർ ഹാലേബീഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ച ഭരണാധികാരികളായിരുന്നു ഹൊയ്സാലാസ്. 43 ഇന്ത്യയിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 44 ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് ഭരണഘടന അംഗീകരിച്ച ദിവസത്തിനാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 45 മനുഷ്യരിൽ സാധാരണ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാഷ്യം. മനുഷ്യരിൽ സാധാരണ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് പൊട്ടാഷ്യം 40K40. 46 കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള ഗവൺമെൻറ് രൂപം കൊടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. 47 തമിഴ്നാട്ടിൽ ഏതു ജീവിയുടെ സംരക്ഷണത്തിനായാണ് കെറ്റോപ്രോഫിൻ, ഡൈക്ലോഫിനാക് എന്നീ ഡ്രഗുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത്? കഴുകൻ. തമിഴ്നാട്ടിൽ ഏതു ജീവിയുടെ സംരക്ഷണത്തിനായാണ് കെറ്റോപ്രോഫിൻ, ഡൈക്ലോഫിനാക് എന്നീ ഡ്രഗുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയത്? കഴുകൻ. 48 റെഡ് ഷർട്ട്സ് എന്ന സന്നദ്ധ സംഘടന ഉണ്ടാക്കിയ വ്യക്തി ജി ഗാരിബാൾഡി. റെഡ് ഷർട്ട്സ് എന്ന സന്നദ്ധ സംഘടന ഉണ്ടാക്കിയ വ്യക്തി ജി ഗാരിബാൾഡി. 49 ലോക ജലദിനം ആഘോഷിക്കുന്നത് മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. 50 ഒരടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ ഒരു യജമാനനായിരിക്കുവാനും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. ഒരടിമയായിരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തതുപോലെ ഒരു യജമാനനായിരിക്കുവാനും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ. 51 കർണാടക സംഗീതം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കീർത്തി സമ്പ്രദായം. കർണാടക സംഗീതം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് കീർത്തി സമ്പ്രദായം. 52 1935 KPCC സെക്രട്ടറി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. 1935 KPCC സെക്രട്ടറി ആയിരുന്നു EMS നമ്പൂതിരിപ്പാട്. 53 ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ശ്രീ ഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികൾ. 54 കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. 55 ഭീകരതയെ ചെറുക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ രൂപം കൊടുത്ത സേനയായ ഇസ്ലാമിക് മിലിറ്ററി അലയൻസിൻ്റെ സ്ഥാനം റിയാദ്. ഭീകരതയെ ചെറുക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ രൂപം കൊടുത്ത സേനയായ ഇസ്ലാമിക് മിലിറ്ററി അലയൻസിൻ്റെ സ്ഥാനം റിയാദ്. 56 ലോകപ്രശസ്ത IT കമ്പനിയായ ഒറാക്കിളിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി തോമസ് കുര്യൻ. ലോകപ്രശസ്ത IT കമ്പനിയായ ഒറാക്കിളിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി തോമസ് കുര്യൻ. 57 യെസ് വി ക്യാൻ ആരുടെ പ്രസംഗ പരമ്പരയാണ്? ബറാക്ക് ഒബാമ. യെസ് വി ക്യാൻ എന്നത് ആരുടെ പ്രസംഗ പരമ്പരയാണ്? ബറാക്ക് ഒബാമ. 58 2015 ഡിസംബറിൽ നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഒറ്റാൽ. 2015 ഡിസംബറിൽ നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രമായിരുന്നു ഒറ്റാൽ. 59 കൊച്ചിൻ ചൈന ഏതിൻ്റെ വിത്തിനമാണ്? തെങ്ങ്. കൊച്ചിൻ ചൈന തെങ്ങിൻ്റെ വിത്തിനമാണ്. 60 ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൂടുതൽ വിജയകരമായത് ഏത് വിളയിലാണ്? ഗോതമ്പ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൂടുതൽ വിജയകരമായത് ഗോതമ്പ് എന്ന വിളയിലാണ്. 61 ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. 62 ഒരു ലോഹം വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? അയിര് ഓർ. ഒരു ലോഹം വേർതിരിച്ചെടുക്കുന്നത് അതിൻ്റെ അയിരിൽ നിന്നാണ്. 63 താഴെ പറയുന്നവയിൽ അലോഹം ഏതാണ്? കാർബൺ. കാർബണാണ് അലോഹം. 64 ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്തു വരുന്ന വാതകം മീഥെയിൻ. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറത്തു വരുന്ന വാതകമാണ് മീഥെയിൻ. 65 സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ്. 66 ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ഒരു വസ്തുവിൻ്റെ ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീനാണ്.
67 വൈദ്യുത ഫാൻ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു. വൈദ്യുത ഫാൻ പ്രവർത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഊർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. 68 ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ. ഊഷ്മാവ് അളക്കുന്നത് തെർമോമീറ്റർ ഉപയോഗിച്ചാണ്. 69 നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോ. നവഗ്രഹങ്ങളിൽ നിന്നും ഒഴിവാക്കിയ ഗ്രഹം പ്ലൂട്ടോയാണ്. 70 ജലം നിറച്ച ഗ്ലാസ്സിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നേ തോന്നുന്നു. ഈ പ്രതിഭാസത്തിന് കാരണം അപവർത്തനം. ജലം നിറച്ച ഗ്ലാസ്സിൽ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നുന്നു. ഈ പ്രതിഭാസത്തിന് കാരണം അപവർത്തനം. 71 കായിക പ്രജനനം വഴി പുതിയ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യമേത്? കുരുമുളക്. കായിക പ്രജനനം വഴി പുതിയ തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം കുരുമുളക്. 72 ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏത്? ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല്. 73 ഏതു വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്? വൈറ്റമിൻ ഡി. ഏതു വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്? വൈറ്റമിൻ ഡി. 74 ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. ക്ഷയരോഗത്തിന് കാരണം ബാക്ടീരിയ. 75 ഇന്ത്യയിൽ കടുവാ സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് എന്ന്? 1973. ഇന്ത്യയിൽ കടുവാ സംരക്ഷണ പദ്ധതി ആരംഭിച്ചത് 1973. 76th ക്വസ്റ്റ്യൻ ഏത് ചെടിയുടെ ഇലകളാണ് പട്ടുനൂൽ പുഴുക്കളുടെ ഭക്ഷണം? മൾബറി. ഏതു ചെടിയുടെ ഇലകളാണ് പട്ടുനൂൽ പുഴുക്കളുടെ ഭക്ഷണം? മൾബറി. 77 താഴെ പറയുന്നവയിൽ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി. ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. 78 മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? 206 206. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 206. 79 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണം കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. 80 പവിത്ര ഏത് വിളയുടെ സങ്കര ഇനമാണ്? നെല്ല്. പവിത്ര ഏതു വിളയുടെ സങ്കര ഇനമാണ്? നെല്ല്. ഇനി 81 മുതലുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.